നമസ്കാരം പ്രിയ പ്രേക്ഷകരെ. ഒരു കാലഘട്ടത്തിൽ മലയാള സിനിമ പ്രേക്ഷകർ ഏറെ ആകാംക്ഷയോടെ കാത്തിരുന്ന ചിത്രങ്ങളാണ് വടക്കംപാട്ട് കഥാപാത്രങ്ങൾ. ആ വടക്കംപാട്ട് കഥാപാത്രങ്ങളെന്ന് കാണുവാൻ വേണ്ടി തിയേറ്ററിൽ വൻ തിരക്കായിരുന്നു. പക്ഷെ അത് അഭിനയിക്കുമ്പോൾ ഉണ്ടാകുന്ന ചില ബുദ്ധിമുട്ടുകളെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അന്ന് നടിനടന്മാർക്കുണ്ടായിരുന്ന ചില അപകടങ്ങളെ പറ്റിയൊക്കെ ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വിരൽ ചൂണ്ടുകയാണ്. അജിത് കുമാർ വ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മലയാളത്തിൽ ആദ്യത്തെ വടക്കംപാട്ട് കഥാപാത്രം പുറത്തിറങ്ങുന്നത് 1961 അതിന്റെ നിർമ്മാണവും സംവിധാനവും നിർവഹിച്ചത് എം കുഞ്ചാക്കോയാണ്. ഉദയയുടെ ബാനറിൽ ആ ചിത്രം പുറത്തിറങ്ങുന്ന ഉണ്ണിയാർച്ച എന്ന പേരിലായിരുന്നു. ഉണ്ണിയാർച്ചയിൽ രാഗിണിയായിരുന്നു ഉണ്ണിയാർച്ചയെ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നത്. അതിന്റെ ഷൂട്ടിംഗ് ഉദയ സ്റ്റുഡിയോയിൽ നടക്കുകയാണ്. കുഞ്ചാക്കോ തിരക്കിട്ട് കാറിൽ അവിടെ വന്നിറങ്ങി. പ്രേംസിനോട് ചോദിച്ചു, സത്യൻ മാസ്റ്റർ വന്നില്ലേ? അതിന് മറുപടി നസീർ പറഞ്ഞത് ഇതാണ്: അദ്ദേഹത്തിന് താമസിക്കും, രാവിലെ തിരുവനന്തപുരത്തുള്ള കളരിയിൽ പോയി ഒന്ന് അഭ്യാസം നടത്തിയതിനു ശേഷമേ വരുള്ളൂ എന്നാണ് പറഞ്ഞത്. അതിനുശേഷം ഇവർ ഷൂട്ടിംഗ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് സത്യൻ അവിടെ വന്നെത്തി. പെട്ടെന്ന് മേക്കപ്പ് ഇട്ട് അഭിനയിക്കാൻ വേണ്ടി എത്തി. ആ സമയത്ത് ഇതിന്റെ തിരക്കഥയും സംഭാഷണവും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത് ശാരംഗപാണിയാണ്. അതാണ് ഇവിടെ പ്രധാന വിഷയം. അപ്പൊ ശാരംഗപാണിയാണ് ഇദ്ദേഹത്തിന് ഡയലോഗ് പറഞ്ഞു കൊടുക്കുന്നത്. ശാരംഗപാണി ഡയലോഗ് പറഞ്ഞു കൊടുത്തു. ഇദ്ദേഹം ഒറ്റ ടേക്കിൽ ഓക്കെ ആക്കി. അങ്ങോട്ട് തിരിയവേ ശാരംഗപാണി വിളിച്ചു, സാറേ അവിടെ നിൽക്കും, ഒരു കാര്യം എനിക്ക് ചോദിക്കാം. സാറിന് എന്നെ മനസ്സിലായോ? അവിടെ ഇദ്ദേഹം നോക്കിയിട്ട് പറഞ്ഞു, ഇല്ല എനിക്ക് മനസ്സിലായില്ല, നിങ്ങൾ ഇതിന്റെ തിരക്കഥാകൃത്തും സംഘാകൃത്താണെന്ന് എനിക്കറിയാം, സംഭാഷണം എഴുതിയ ആളാണെന്നറിയാം, അല്ലാതെ എനിക്ക് നിങ്ങളെ പറ്റി പരിചയമില്ല. എന്നാൽ എനിക്ക് നിങ്ങളെ സാറിനെ പരിചയമുണ്ട്, വർഷങ്ങൾക്ക് പുറകോട്ടൊന്ന് ചിന്തിക്കാൻ പറയും. അവിടെ ഇദ്ദേഹം ചോദിച്ചു, എനിക്ക് മനസ്സിലായില്ല. അല്ല, ആലപ്പുഴ പോലീസ് SI ആയിരുന്ന സമയത്ത് എന്നെ ലോക്കപ്പിലിട്ട് ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചു. പെട്ടെന്ന് ഇദ്ദേഹത്തിന്റെ മുഖം മ്ലാനമായി. അല്പ നേരത്തിന് ശേഷം ഇദ്ദേഹത്തിന്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, അത് എന്റെ ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട്, എന്റെ ജോലിയുടെ ഭാഗമായിട്ട് ഞാൻ ചെയ്തതാണ്. അത് വെച്ച് എന്നോട് ഇനി പകയൊന്നും കാണിക്കരുത്. ഞാൻ ഈ രംഗത്ത് തുടരാൻ ആഗ്രഹിക്കുന്നതാണ്. നമ്മൾ എന്നും സുഹൃത്തുക്കളായിരിക്കും. പക്ഷെ അദ്ദേഹം മരിക്കുന്നവരെ ഇദ്ദേഹത്തിന്റെ സുഹൃത്ത് തന്നെയായിരുന്നു. രണ്ടാമത് ഉദയയുടെ ബാനറിൽ കുഞ്ചാക്കോ നിർമ്മാണവും സംവിധാനവും നിർവഹിച്ച ചിത്രമായിരുന്നു പാലാട്ട് കോമൻ. അതിസാഹസികമായ രംഗങ്ങളുള്ള ചിത്രമായിരുന്നു പാലാട്ട് കോമൻ. പാലാട്ട് കോമനിൽ നായിക രാഗിണിയായിരുന്നു. നല്ല നല്ല ഗാനങ്ങളുണ്ടായിരുന്നു. സത്യനായിരുന്നു പാലാട്ട് കോമന്റെ വേഷത്തിൽ അഭിനയിച്ചിരുന്നത്. അപ്പോൾ പ്രസ്തുത ചിത്രത്തിൽ ആനപ്പുറത്ത് വരുന്ന ഒരു രംഗമുണ്ട്. അപ്പൊ ഇദ്ദേഹം ആനപ്പുറത്ത് ഇങ്ങോട്ട് വരുന്ന ആ സിനിമ കണ്ടിട്ടുള്ളവർക്കറിയാം, ഇപ്പോഴത് യൂട്യൂബിലുണ്ട്. അപ്പൊ ആനപ്പുറത്ത് ഇങ്ങനെ വരുന്ന സമയത്ത് ഈ ആന പെട്ടെന്ന് ഇടയും. ഈ പാപ്പാൻ പറഞ്ഞിട്ട് കേൾക്കാത്തൊരവസ്ഥ വരും. അപ്പൊ ഈ ആന അങ്ങോട്ട് ഓടുകയാണ്. ഓടുന്ന സമയത്ത് ഈ സെറ്റുള്ളവരെല്ലാവരും പാഞ്ഞോടി അവരെല്ലാം വിഷമിക്കുകയാണ്. അപ്പൊ ഇദ്ദേഹം ആനപ്പുറത്ത് വിളിച്ചു പറയും, നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല, കുറച്ച് കഴിയുമ്പോൾ അവൻ ശാന്തനായിക്കോളും. അത് തന്നെയല്ല, ഇവൻ എന്റെ നിറമല്ലേ എന്നാണ് അദ്ദേഹം ലാഘവത്തോടെ പറയുന്നത്. ഒരു അപകട ഭീതിയൊന്നും അദ്ദേഹത്തിന്റെ മനസ്സിൽ വരുന്നില്ല. കുറച്ച് കഴിയുമ്പോൾ ശാന്തമായി വന്നു. അതുപോലെ തന്നെ പിന്നെ അതിലൊരു വ്യത്യാസം എടുത്തതും ഒരു സാഹസിക രംഗം തന്നെയാണ്. അത് പുലിയായിട്ടൊരു ഏറ്റുമുട്ടലുണ്ടായിരുന്നു, ഒരു ബൽപ്പിടുത്തമാണ്. അപ്പൊ ആ പുലിയെ കഠാര എടുത്ത് കുത്തി കീറി കൊല്ലുന്നതായിട്ടാണ് ആ ചിത്രത്തെ ചിത്രീകരിച്ചിരിക്കുന്നത്. പക്ഷെ ആ ചിത്രം എടുത്തതിന് ശേഷം കുറച്ച് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന്റെ ദേഹത്ത് മുഴുവൻ ഈ ചോരയുടെ പാടുകൾ പോലെ ഇങ്ങനെ അതിന്റെ നഖം കൊണ്ട ഇതായിരുന്നു. അപ്പൊ ഇത് ഇദ്ദേഹത്തിന് ഡയറക്ടറോട് അദ്ദേഹം പറഞ്ഞത്, ഒരു അഭിനയത്തിന് വേണ്ടിയിട്ട് എന്ത് ത്യാഗവും സഹിക്കാൻ ഞാൻ തയ്യാറാണ്, ആ കഥാപാത്രം ഭംഗിയാക്കണമെന്ന് മാത്രമേ എനിക്കുള്ളൂ. ഇതായിരുന്നു സത്യന്റെ ഒരു പ്രത്യേക അഭിനയ ശൈലി. 1964 പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു തച്ചോളി ഉദയൻ. പക്ഷെ അതിന്റെ സംവിധാനം നിർവഹിച്ചത് കുഞ്ചാക്കോ അല്ലായിരുന്നു, SS രാജനായിരുന്നു. ചന്ദ്രതറ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ SS രാജനാണ് ആ ചിത്രം സംവിധാനം ചെയ്തത്. അതിൽ നായിക അംബിയായിരുന്നു. നല്ല നല്ല ഗാനങ്ങളൊക്കെയുള്ള ഒരു ചിത്രമായിരുന്നു അത്. ആ ചിത്രം ഗംഭീരമായ വിജയം വരിച്ച ചിത്രമായിരുന്നു തച്ചോളി ഉദയൻ. ഈ ചിത്രത്തില് ഉള്ള സംഭവം എന്താണെന്ന് വെച്ചാൽ, അതില് ഈ ഇദ്ദേഹം അംഗം വെട്ടാനായിട്ട് പോകുന്നുണ്ട് കതിരൂർ ഗുരുക്കളായിട്ട്. കതിരൂർ ഗുരുക്കളായി നല്ല അഭിനയ മുഹൂർത്തമാണ് P ജയൻ കാഴ്ചവെച്ചിരിക്കുന്നത്. അപ്പോൾ കതിരൂർ ഗുരുക്കളുമായിട്ട് അംഗം വെട്ടാൻ പോകാതിരിക്കാൻ വേണ്ടി വീട്ടിലുള്ള ഭാര്യയും മറ്റുള്ളവരൊക്കെ ഇദ്ദേഹത്തെ മുറിയിൽ അടച്ചിടുന്ന ആറ്റം. അപ്പൊ ഇദ്ദേഹം വെള്ളം ചോദിച്ചിട്ട് വന്നിട്ട് ആ സമയത്ത് തട്ടിത്തെറിപ്പിച്ചിട്ട് ഓടിപ്പോകുന്നതാണ്. അപ്പോൾ ഇദ്ദേഹത്തിന് ജ്യേഷ്ഠൻ പ്രേംജിയാണ്.
പ്രേംജി പറയും ഈ പാലം ചാടി വേണം അദ്ദേഹത്തിന് പോകാം. അപ്പൊ കുറച്ച് വീതിയുള്ളൊരു നീട്ടമുള്ളൊരു തോട് കാണിക്കുന്നു. അപ്പൊ തോട് ചാടുന്നതിന് ഡ്യൂപ്പി ഇടാൻ ചെന്നിട്ട് ഇദ്ദേഹം സമ്മതിച്ചില്ല, വേണ്ട അതിന്റെ ഞാൻ തന്നെ ചെയ്തോളാം, വലിയ തോടൊന്നുമല്ല. പക്ഷെ ഇദ്ദേഹം ഒരു ചാടി അപ്പുറത്ത് ചെന്നപ്പോ എന്താ സംഭവിച്ചാല് അവിടെ വെട്ടിയിട്ട് ഒരു മരം ഉണ്ടായിരുന്നു. ആ മരത്തിന്റെ കുറ്റിയുണ്ട്, ആ കുറ്റിയിലാണ് ചെന്ന് വീണത്. അപ്പൊ കാലിന് സ്വല്പം മുറിവ് പറ്റി, ചെറിയൊരു കുഴപ്പമുണ്ടായി, ഒരു ഉളുക്ക് പോലെ പറ്റി. പക്ഷെ പിന്നെ ആ അടുത്ത സീൻ എടുക്കുന്ന പിന്നെ കതിർകുടുക്കുമായിട്ടുള്ള ആ അംഗം വെട്ടാണ്. പക്ഷെ ആ അംഗം വെട്ടത്തിലൊന്നും ആ ക്ഷീണമോ കാര്യങ്ങളോ ഒന്നും കാണിക്കാതെ തന്നെയാണ് അഭിനയിച്ച് പൂർത്തിയാക്കിയത്. തച്ചോളിയുധേനൻ റിലീസായി തിയേറ്ററിൽ ഓടിക്കൊണ്ടിരുന്ന സമയത്ത് ഇദ്ദേഹം അടൂർ വഴി പോയി. സത്യൻ മാസ്റ്റർ അടൂർ വഴി പോയപ്പോൾ തന്റെ സ്നേഹിതനായ ഫാസിയെ കാണാമെന്ന് വിചാരിച്ച് ഫാസിയുടെ വീട്ടിലോട്ട് ചെല്ലുകയാണ്. അപ്പോൾ ഫാസിയുടെ പത്രം വായിച്ചിരിക്കുകയാണ്. എന്താ മാഷ ഇങ്ങനെ പതിവില്ലാതെ വന്ന, അല്ല ഇതുവഴി പോയപ്പോൾ തന്നെ ഒന്ന് കാണാമെന്ന് വന്നു. പെട്ടെന്ന് ഇദ്ദേഹം അവിടെ നിൽക്കുന്ന പ്ലാവിലോട്ട് നോക്കിയിട്ട് പോയി, ചക്ക ധാരാളം ഉണ്ടല്ലോ, വെറുതെ എനിക്ക് തരുമോ? കയറി ഇടാൻ ആളില്ല, സാറിന് കയറാമെങ്കിൽ കയറി. പക്ഷെ ഇദ്ദേഹം ഞൊടിയിടയിൽ ഈ പ്ലാവിന്റെ മുകളിൽ കയറി ഒരു ചക്കയിട്ട്. പക്ഷെ ചക്കയോടൊപ്പം അദ്ദേഹവും താഴെ വീഴുകയാണ് ഉണ്ടായത്. അപ്പോൾ ഫാസി ചിരിച്ചിട്ട് പറഞ്ഞു, അയൽ വീട്ടുകാരും കാണണ്ട, തച്ചോളിയതിലെ വീരകഥാപാത്രത്തിന് മംഗലം തെട്ടും അങ്ങയുടെ ഈ വീഴ്ച കണ്ടാൽ. 1970 ഉദയായുടെ സുവർണ ജൂബിലി ചിത്രമായി പുറത്തു വന്ന ചിത്രമാണ് ഉദയനന്റെ മകൻ. ഉദയന്റെ മകൻ സത്യൻ ഉദയനായിട്ടും മകൻ അമ്പുവിന്റെ വേഷത്തിലാണ് പ്രേംനസീർ അഭിനയിച്ചിരിക്കുന്നത്. ഷീല ആയിരുന്നു നായിക, രാഗിണിയും അഭിനയിക്കുന്നുണ്ട്, വിജയശ്രീ ഉണ്ടായിരുന്നു. വിജയശ്രീ ഒരു ചിത്രത്തിൽ മാത്രമേ സത്യന്റെ നായികയായിട്ടുള്ളൂ, ഈ ഉദയന്റെ മകൻ മാത്രമാണ്. അപ്പൊ അതിലും അച്ഛനും മകനും ഒന്നും അറിയാതെ ഒരു അംഗമുണ്ട്, ആ അംഗം വെട്ടുന്ന ഒരു സീനുണ്ട്. അപ്പൊ അതില് അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നസീറുമായിട്ട് അംഗം വെട്ടുന്ന സമയത്ത് ഇദ്ദേഹത്തിന്റെ ഉറുമി കൊണ്ട് കഴുത്തിൽ വലിച്ചു താഴെ ഇടുന്നതാണ് സീൻ. അപ്പൊ അത് ഇങ്ങനെ ഇടുന്ന സമയത്ത്, ആ സീൻ എടുക്കുന്ന സമയത്ത് കഴുത്തിന് ഇദ്ദേഹത്തിന് മുറിവ് പറ്റിയിരുന്നു. പക്ഷെ അത് വകവെക്കാതെ ആ ഭാഗം മുഴുവൻ അഭിനയിച്ച് തീർത്തു. 71 പുറത്തു വന്ന ചിത്രമായിരുന്നു പഞ്ചവൻകാട്. പഞ്ചവൻകാടിൽ അനന്തക്കുറുപ്പ് എന്ന കഥാപാത്രത്തെ സത്യൻ മാസ്റ്റർ അവതരിപ്പിക്കുകയാണ്. അനിയൻ കൊച്ചുകുറുപ്പായിട്ട് പ്രേംനസീർ ആയിരുന്നു വേഷമിട്ടിരുന്നത്. ഈ ചിത്രത്തിൽ രാജഭക്തിയുള്ള ഒരു കഥാപാത്രത്തെയാണ് സത്യൻ അവതരിപ്പിച്ചത്. രാജാവായിട്ട് വേഷമിട്ടത് KP മുറ ആയിരുന്നു. പക്ഷെ പ്രേംനസീർ രാജാവിനെ എതിർക്കുന്ന ഒരു കഥാപാത്രമായിട്ടാണ്. ഈ ചിത്രത്തിലും ഇവർ തമ്മിൽ വാൾപ്പേറ്റുണ്ട്. അങ്ങനെ വാൾപ്പേറ്റ് നടത്തിയ സമയത്തും എന്റെ വാൾമിനെ കൊണ്ട് ഇദ്ദേഹത്തിന്റെ കൈക്ക് മുറിവ് പറ്റുകയുണ്ടായി. അത് തന്നെയല്ല, ആ സീൻ കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം പറഞ്ഞത് അവിടെയുള്ള ആൾക്കാരെ എല്ലാം രസിപ്പിച്ച ഒരു സംഭവം. അദ്ദേഹം പറഞ്ഞത് തമാശയിൽ പറഞ്ഞു, താൻ കുറച്ചു കാലമായി എല്ലാ ചിത്രത്തിലും, പ്രത്യേകിച്ച് വടക്കമ്പാട്ട് കഥാപാത്രങ്ങളിലെല്ലാം എന്നെ തോൽപ്പിക്കുന്നുണ്ട്. എനിക്കും തന്നെപ്പോലെ തന്നെ ധാരാളം ആരാധകരുണ്ട് കേട്ടോ, സൂക്ഷിക്കണം. ഇത് കേട്ട് നസീറും മറ്റുള്ളവരും പൊട്ടിച്ചിരിക്കുകയുണ്ടായി. കുഞ്ചാക്കോ തന്നെ സംവിധാനം ചെയ്ത ആരോമിലുണ്ണി ചിത്രം, അതില് 3 കഥാപാത്രങ്ങൾ ഇദ്ദേഹത്തിനെ ബുക്ക് ചെയ്തിരുന്നു. 3 കഥാപാത്രങ്ങൾ കൊടുക്കാമെന്ന് പറഞ്ഞിരുന്ന അത് ഇദ്ദേഹം അഭിനയിക്കാമെന്ന് ഏൽക്കുകയും ചെയ്തു. പക്ഷെ നിർഭാഗ്യവശാൽ ആ ചിത്രത്തിലെ ഷൂട്ടിങ്ങിന് മുമ്പ് അദ്ദേഹം നമ്മളെ വിട്ടുപോയി.